ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നൊരു അഡാർ ഐറ്റമായിട്ടാണ് വരുന്നത്. അതിന് നമുക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഇഞ്ചി, ഇച്ചിരി നാടൻ ഇഞ്ചി, വീട്ടിലുള്ളൊരു നാടൻ ഇഞ്ചിനെ അതൊക്കെ നമ്മൾ പറിച്ച് അതിൻ്റെ അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നാടൻ പച്ചക്കുരുമുളക്, വറ്റൽമുളക്, പിരിയൻ മുളക്, മല്ലി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമ്മൾ കല്ലിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ വെള്ളം തൊടാറില്ല, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും ആ മസാല. നമ്മളിത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാടൻ കറിവേപ്പില ചേർക്കുക, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇതിനെ പുരട്ടുക. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും പണ്ട് കാലങ്ങളിൽ അവർ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും ആലോചിച്ചു, എന്നാൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ എന്ന്. എങ്കിൽ അതിൻ്റെ രുചിയൊന്നും അറിയണമല്ലോ. ഇതിൻ്റെ അരപ്പിന് തന്നെ ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മലയാളികൾ എപ്പോഴും വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരല്ലേ. അപ്പോൾ നിങ്ങളിത് ഒരിക്കലെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഈ വാഴയിലയൊന്ന് നനച്ച് കഴുകണം. ഇലയൊന്ന് വെള്ളമെല്ലാം ഒന്ന് കുടഞ്ഞ് കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ രണ്ടായിട്ട് വേണം ഇലയെ കട്ട് ചെയ്യാൻ. നമ്മൾ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്ന പോലാണ് നമ്മൾ ഇതിൻ്റെ ഇലയുടെ ഷേപ്പിൽ എടുക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അടുക്കി ഓരോ മീനുകളും, നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇഷ്ടമുള്ള മീനുകൾ മേടിച്ച് ഇതുപോലെ മസാലയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. ശരിക്കും ഈ അരപ്പിന് പച്ച മസാലയ്ക്ക് ഒരു മണവും രുചിയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഒരിക്കലും മീൻ മുകളിലായിട്ട് അടുക്കില്ല, നിരത്തി വേണം അടുക്കാൻ. ഇതുപോലെ മടക്കി അങ്ങ് വെച്ച് നമ്മൾ ഒരു അടുപ്പ് കത്തിച്ച് പാനിലേക്ക് സ്വല്പം എണ്ണ ഒഴിക്കുക. എന്നിട്ട് തീ കുറച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. കാരണം തീ കൂടിയാൽ ഇല കരിഞ്ഞു പോകും. ഇല കരിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇതായിപ്പോവും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമുക്ക് ഇതിന് പുളിക്ക് ആവശ്യമായി ചേർക്കുന്നത് വാളൻ പുളിയാണ് കേട്ടോ. നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായിട്ടുണ്ട്. മീൻ നന്നായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. നിങ്ങൾക്കിത് ഉറപ്പായും ഇഷ്ടപ്പെടും. നമ്മളിവിടെ ഇത് കഴിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാന്താരിയും പച്ചമുളകും ചേർത്ത് ഉടച്ച ഒരു നല്ലൊരു ചമ്മന്തിയാണ്. പിന്നെ കുറച്ച് അച്ചാറുണ്ട്, നല്ല ചെണ്ടമുറിയൻ കപ്പയുമുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ അല്പം ചമ്മന്തി എടുത്ത് വെക്കുക, അല്പം മീനെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു ചെണ്ടമുറിയൻ കപ്പയെടുത്ത് ചമ്മന്തിയിൽ മുക്കി, അച്ചാറിൽ മുക്കി, മീനും ആവശ്യത്തിനെടുത്ത് ചേർത്ത് വെച്ച് കഴിച്ചു നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി വരും വരെ ബൈ.